കേരളം ശരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ വളരെ പരിതാപകരമാണ്. ഒരു വശത്ത് സൈബർ ബുള്ളിയിങ്, എന്ത് വിഷയം എടുത്താലും അവിടെ വിദേശ രാജ്യത്തുള്ള ഒരു കളിക്കാരൻ്റെ വിഷയം എടുത്താലും, മെസ്സിയുടെ വിഷയം എടുത്താലും, ഇവിടുത്തെ രാഷ്ട്രീയം എടുത്താലും, എന്ത് വിഷയം എടുത്താലും സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. ആരെയും നമുക്ക് സൈബർ ഇടത്തിൽ കൊണ്ടുവന്ന് തേജോവധം ചെയ്യാനും തെറി പറയാനും അവരെ മോശമായി കാണിക്കാനും ഒക്കെ പറ്റുന്ന വലിയൊരു ഇടമായി നമ്മുടെ സൈബർ ഇടം മാറിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സംവിധാനങ്ങളൊക്കെ വളരെ മോശമായ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. രണ്ടാമത് വേറെ പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പാണ്. 9-ാം തീയതി ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, 12-ാം തീയതി. എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ വിഷയം? കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? എന്ത് വികസന കാഴ്ചപ്പാടാണ് ചർച്ച ചെയ്യുന്നത്? എല്ലാവരും പ്രസംഗിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനും എൻ്റെ പ്രശ്നങ്ങൾ, രാഹുൽ ഈശ്വറിൻ്റെ പ്രശ്നങ്ങൾ, അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ. ഏത് ചാനൽ എപ്പോൾ തുറന്ന് നോക്കിയാലും അവിടെ എല്ലാം ഇതാണ്. ഒരു ചാനലിൽ പോലും തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടികളുടെയും പ്രകടന പത്രിക എന്താണ്, അവരെന്ത് ചെയ്യും, വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെ വികസിപ്പിക്കും, കൊച്ചിൻ കോർപ്പറേഷൻ എങ്ങനെ വികസിപ്പിക്കും, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കൊല്ലം, ഇങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ പൊതുവികസനം എങ്ങനെ എന്നുള്ളത് യാതൊരു ചർച്ചയുമില്ല. അതിനിടയിലാണ് ED കൊണ്ട് നോട്ടീസ് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തുവെന്നും മസാല ബോണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തുവെന്നോ, തോമസ് ഐസക്കിന് കൊടുത്തുവെന്നോ, തോമസ് ഐസക്ക് എനിക്ക് മനസ്സില്ല പോകില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു ഡേർട്ടി പൊളിറ്റിക്സ്, ദ ലാൻഡ് ഓഫ് ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പിന്നെ എന്താ പറയുക, ഡേർട്ടി പൊളിറ്റിക്സ് ഓൺ കൺട്രിയാണ്, ഡേർട്ടി പൊളിറ്റിക്സാണ്. അല്ലാതെ ഒരു നല്ല രാഷ്ട്രീയമല്ല. ജാതി രാഷ്ട്രീയം നമ്മൾ കുറേയൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളുടെ വിഷയങ്ങളാണ് ഇപ്പം വളരെ ഗൗരവമായി കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അത് സരിതയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. ആ കേസൊക്കെ പുറത്തു വന്നതുകൊണ്ട് നമുക്ക് പറയാം. സ്വപ്നയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണെങ്കിലും അവരൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് വന്നവരാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഇപ്പോഴത്തെ ഒരു പുതിയ പ്രശ്നം, പുതിയൊരു അതിജീവിത. ഇതിനിടയ്ക്ക് ദിലീപിൻ്റെ കേസ്, ഒരു അതിജീവിത കേസ് വന്നു. അത് കോടതി ഇപ്പോൾ വിധി പറയാൻ മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇതൊരു വലിയ വിഷയമായി വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് ഈ അതിജീവിതയുടെ പേരോ പടമോ എന്തോ വെളിയിലിട്ടെന്ന് പറഞ്ഞ് പണ്ടെപ്പോഴോ ഉള്ളൊരു പടം ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർക്കെതിരെ കേസ്, രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു, ഇന്നലെ ജാമ്യം കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ വലിയൊരു മോശപ്പെട്ടൊരു കേരളം രൂപപ്പെടുകയാണ്. ചുമ്മാ അതല്ല, നമ്മുടെ ചെറുപ്പക്കാർ, തലമുറയിൽപ്പെട്ടവർക്ക് അവർക്കൊന്നും ഇതൊന്നൊരു വിഷയമല്ല. അവരിത് കേൾക്കുന്നില്ല, കാണുന്നില്ല, അവരിത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു മധ്യവർഗം, ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ തന്നെ കോൺഗ്രസിനകത്തുള്ളവരെയും കുറ്റം പറയുന്നുണ്ട് ആളുകൾ. അവിടെ സതീശനടക്കമുള്ള സംഘങ്ങൾ ഇത് പെട്ടെന്ന് വന്ന് തീർന്നാൽ ഇലക്ഷന് ബാധിക്കാതിരിക്കാൻ നേരത്തെ ഈ ബോംബ് പൊട്ടിച്ചതാണെന്നും, BJP റാക്കറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ BJPയുടെ ഫോൾഡറിൽ നിന്നാണ് ഈ ബോംബ് പൊട്ടിച്ചതെന്നും, ഇതിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ ബന്ധങ്ങൾ എല്ലാ പാർട്ടികളുമായിട്ട് എവിടെയൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയമായി CPM എങ്ങനെ ഉപയോഗിക്കുന്നു, BJP എങ്ങനെ ഉപയോഗിക്കുന്നു, കോൺഗ്രസ് എങ്ങനെ ഉപയോഗിക്കുന്നു, പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ആയുധമായി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നത്. അത് പിന്നെ നമ്മുടെ സീനിയർ നേതാക്കളായിട്ടുള്ളവരൊന്നും അങ്ങനെ ചമയേണ്ട, അവർ ചമഞ്ഞാൽ ഞാനും ചില സത്യങ്ങൾ പറയും. ഉടൻ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് പറയുന്നു, ഇവൻ അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യവും ഞാൻ പറയും. ശരിക്ക് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് ഡേർട്ടി പൊളിറ്റിക്സ് ആയിട്ടാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു അധമ സംസ്കാരത്തിലേക്കും അധമ രാഷ്ട്രീയത്തിലേക്കും എങ്ങനെയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു നല്ല സംസ്കാരം, അതായത് പ്രതിപക്ഷത്തെ കൂടി ബഹുമാനിക്കുന്ന, പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ആരായാലും, ഞാൻ പ്രതിപക്ഷത്തെ ഈ പൊളിറ്റിക്സിലെ പ്രതിപക്ഷമല്ല ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിലായാലും പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന ഒരാളിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി അതിൽ സൈബർ ബുള്ളിയിങ് നടത്താതെ, ഇതിപ്പോൾ പലപ്പോഴും പൊതുപ്രവർത്തകർക്കെതിരെ, ആക്ടിവിസ്റ്റുകൾക്കെതിരെ, എൻവയോൺമെൻ്റലിസ്റ്റുകൾക്കെതിരെ, പിന്നെ സോഷ്യൽ വർക്കേഴ്സിനെതിരെ, ആരെന്ത് പറഞ്ഞാലും ബ്യൂറോക്രാറ്റ്സിനെതിരെ ഒക്കെ ഒളിയമ്പ് വച്ച പ്രയോഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ ആയിട്ട് സൈബർ ബുള്ളിയിങ്ങിൻ്റെ ഡേർട്ടി പൊളിറ്റിക്സിലാണ് നമ്മൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് ഈ നാട് പോകുന്നതെന്ന് നമുക്ക് എത്ര തന്നെ ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ല.